ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്ന് നമുക്ക് അപ്പവും കിഴങ്ങ് കറിയുമായിരുന്നു. ഇന്ന് നമുക്കൊരു മീൻ ഫ്രൈ ഉണ്ടാക്കാം. ലേശം എണ്ണ പോലും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഫ്രൈ പാനിൽ നമ്മൾ ഇല വെച്ചിട്ടാണ്, വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മീൻ വെച്ച് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഫ്രൈ പാനിൽ ഇല വെക്കുമ്പോൾ ഇല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു ലേശം എണ്ണ നമ്മൾ ഫ്രൈ പാനിൽ ഒഴിച്ച് അതിൻ്റെ പുറത്ത് നമ്മൾ ഇല വെച്ചു. മീനെല്ലാം അതിൻ്റെ പുറത്ത് നമ്മൾ പെറുക്കി വെച്ചു. വേറൊരു ഇല കൊണ്ട് അത് മൂടി അതിൻ്റെ പുറത്ത് നമ്മൾ അടപ്പിയാട്ടി വെച്ച് അടച്ചാണ്, ആവിയിലാണ് ഇത് വേവിച്ചെടുത്തത്. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഇല കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് അടപ്പിയാട്ടി വെച്ച് മൂടി വീണ്ടും ആവിയിൽ വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് തുവരപ്പരിപ്പിൽ സവോള, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തു. ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കിയ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യമുള്ള പൊടികളും ചേർത്ത് കൊടുത്തിരുന്നു. എല്ലാം കൂടി വെന്ത് വന്നപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് പൊടികളൂടെ ചേർത്ത് താളിച്ചൊഴിച്ചു. നമ്മൾ ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി, ലേശം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇവയും ചേർത്തിരുന്നു. എല്ലാം കൂടി താളിച്ച് ചേർത്ത് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ പൊള്ളിച്ചതും കൂടി റെഡിയായി വന്നിട്ടുണ്ട്. മീനിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു തുള്ളി എണ്ണ ചേർക്കാതെയാണ് നമ്മൾ ഈ മീൻ ഫ്രൈ ആക്കി എടുത്തത്. എണ്ണ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതേപോലെ എല്ലാ മീനും നമുക്ക് പൊള്ളിച്ചെടുക്കാവുന്നതാണ്. നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് അയില മീനാണ്. മത്തി, കിളിമീൻ പോലുള്ള എല്ലാ തരത്തിലുള്ള മീനുകളും നമുക്കിതുപോലെ പൊള്ളിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ. നല്ല ചൂടോടെയുള്ള കുത്തരിച്ചോറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സാമ്പാർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത നമ്മുടെ തൈര്, പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, കറിവേപ്പില ഇവയെല്ലാം നന്നായിട്ട് ചതച്ച് ചേർത്ത് നമ്മൾ തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ പൊള്ളിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്. നമ്മൾ അടമാങ്ങ വെച്ചൊരു പെരളൻ ഉണ്ടാക്കി അതും എടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാറും തൈരും ഒന്നിച്ചൊഴിച്ച് കുഴച്ച് അടിപൊളിയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ്. ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ നമ്മുടെ മീൻ പൊള്ളിച്ചത്. എണ്ണ ചേർത്ത് മീൻ ഫ്രൈ ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറെ ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.